ഡിയേഴ്സ്, അപ്പോൾ ടീച്ചർ ഒന്ന് എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. അതിൽ 7th ചാപ്റ്റർ ആയ പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിരുന്നത് എന്താണ്, ഈ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തു നോക്കാൻ പറഞ്ഞു. എന്താണ്, ഒരു കുപ്പി ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് എന്താണ് അതിന്റെ മൗത്ത്, അതിന്റെ ആ വായ്ഭാഗം എന്താണ് ഒരു പേപ്പർ കാർഡിൽ ഇങ്ങോട്ട് അടയ്ക്കുക അല്ലെ, ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, തിരിച്ചു പിടിക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ താഴോട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. പിന്നെന്താ ഒരു ഇതും കൂടി പറഞ്ഞിരുന്നത്, എന്താണ് വാക്വം ഹുക്ക് അല്ലെ, അത് കാറിലൊക്കെ നമ്മൾ വെക്കുന്നത് അല്ലെ, കാറിൽ നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് വെച്ചാല് ഈ എന്താണ് ഒരു മിററിൽ നമ്മൾ കണ്ണാടിയിൽ വെച്ചാല് അത് ബാക്കോട്ടേക്ക് പുള്ള് ചെയ്താല് വലിച്ചാല് അതെന്താണ് അതെന്താ സംഭവിക്കാന്ന് അല്ലെ. അപ്പൊ രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കിയോ? നോക്കാം. കമ്മിങ് ക്ലോസ് മൂവിങ് അപ്പാർട്ട്, അതാണ് ഇനി ബാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്താണ് കമ്മിങ് ക്ലോസ് മൂവിങ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ അല്ലെ, അടുക്കുമോ അകലുമോ എന്നുള്ളതാണ് അല്ലെ. Suspend two identical plastic balls on strings as shown in the figure. അല്ലെ, ഒരുപോലെയുള്ള രണ്ട് പ്ലാസ്റ്റിക് ബോളുകൾ ചിത്രത്തിലേതുപോലെ ചരടിൽ എന്താണ് തൂക്കിയിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങൾ, ഈ ഇതിന് അതുപോലെ എന്താക്കുക, രണ്ട് ഐഡന്റിക്കൽ പ്ലാസ്റ്റിക് ബോൾസ് എന്താക്കുക, നൂലിൽ കെട്ടിയിട്ട് എന്താണ് ചിത്രത്തിൽ പോലെ തൂക്കിയിടുക. ഇനി എന്താ, വാട്ട് ഹാപ്പൻസ് വെൻ യു ബ്ലോ എയർ ബിറ്റ്വീൻ ദ ബോൾസ്, നോട്ട് ഡൗൺ യുവർ ഗസ്. എന്താണ്, ഈ ബോളുകൾക്കിടയിലൂടെ ഊതിയാൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഊഹം, നിങ്ങളെ ഗസ് എന്താക്കുക, എഴുതുക. Do the experiment and write down the result of your observation. Explain the reasons too. എന്താണ്, നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്തു നോക്കി നിങ്ങളുടെ നിരീക്ഷണ ഫലം എഴുതിയ കാരണവും വിശദീകരിക്കുകയാണ് വേണ്ടത്. ഓക്കെ. When air is blown between the balls, the air between the balls moves faster. As a result, the pressure of air between the balls decreases as the pressure of air around the balls is comparatively higher. The balls are pushed closer to each other. എന്താണ് ഇവിടെ പറയുന്നത്, ഈ ബോളുകൾക്കിടയിലൂടെ ഊതുമ്പോൾ ബോളുകൾക്കിടയിലെ വായു വേഗത്തിൽ ചലിക്കുന്നുണ്ട് അല്ലെ, അതിലുള്ള എയർ വേഗം ചലിക്കുന്നത്. ഇതിന്റെ ഫലമായി ബോളുകൾക്കിടയിലെ എയറിന് എന്താക്കുന്നതാണ്, പ്രഷർ കുറയുന്നു. ചുറ്റുമുള്ള എയറിന് എന്താണ്, താരതമ്യേന പ്രഷർ കൂടുതലായതിനാൽ ബോളുകളെ തള്ളി അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബോളുകൾക്കിടയിൽ ഊതുമ്പോൾ എന്താണ്, ബോളുകൾക്കിടയിലെ ഈ എയർ വേഗത്തിൽ ചലിക്കും. ബോളുകൾക്കിടയിലെ എയർ വേഗം ചലിക്കും അല്ലെ. ഇതിന്റെ ഫലമായി എന്താ, ബോളുകൾക്കിടയിലെ ഈ എയറിന് എന്താണ് പ്രഷർ കുറയാണ് അല്ലെ. നമ്മൾ ഊതുമ്പോ അവിടെയുള്ള എയർ പ്രഷർ കുറയുന്നുണ്ട് അല്ലെ. അപ്പൊ ചുറ്റുമുള്ള ഈ എയറിന് താരതമ്യേന എന്താണ് പ്രഷർ കൂടുതലായതിനാൽ ഈ ബോളുകളെ തള്ളി അടുപ്പിക്കുക എന്ന് ചെയ്തു നോക്കി എക്സ്പെരിമെന്റ് കേട്ടോ. ട്രൈ ദ എക്സ്പെരിമെന്റ്സ് ഗിവൺ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കി കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ക്യാൻ യു ഇൻസേർട്ട് എ പേപ്പർ ബോൾ ഇൻ ടു എ ബോട്ടിൽ. കടലാസ് പന്ത് കുപ്പിയിൽ കയറ്റാൻ പറ്റുമോ? കടലാസ് പന്ത് കുപ്പിയിൽ കയറ്റാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. Place a piece of paper crumbled into a small ball at the mouth of a bottle with a narrow neck. Blow air strongly through one side of the mouth of the bottle as shown in the figure. What is your observation? What happens to the paper ball? എന്താണ്, ഈ ചെറിയ പന്ത് പോലാക്കിയ പേപ്പർ കഷ്ണം എന്താണ്, അത് ഒരു കുപ്പിയിൽ, അതിന്റെ എന്താ കുപ്പി പറഞ്ഞാൽ നമ്മളെ സാധാരണ അതിന്റെ ഭാഗം എന്താണ്, കുറഞ്ഞ ഒരു കുപ്പി, വട്ടം കുറഞ്ഞ ഒരു കുപ്പിയിൽ എന്താക്കുക, ഉള്ളിൽ വായ്ഭാഗത്ത് വെക്കുക. എന്താണ്, ഈ വട്ടം കുറഞ്ഞ ഒരു കുപ്പീന്റെ ഉള്ളിൽ എന്താണ് ആ വായ്ഭാഗത്ത് വെക്കുക. ഉള്ളിൽ തള്ളണ്ട, ആ വായ്ഭാഗത്തേക്ക് വെക്കുക. കുപ്പിയുടെ വായ്ഭാഗത്തിന്റെ ഒരു വശത്തു കൂടി ചിത്രത്തിൽ കാണിച്ചതുപോലെ ശക്തിയായി ഊതുക. എന്താണ്, കുപ്പിയുടെ വായ്ഭാഗത്തിന്റെ ഒരു വശത്തു കൂടി എന്താക്കുക, ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ശക്തിയായിട്ടൊന്ന് ഊതുക. പിന്നെ വെച്ചതിന് ശേഷം ശക്തിയായിട്ട് ഊതുക. എന്താ നിരീക്ഷണം, പേപ്പറിന്റെ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. കണ്ടില്ലേ, അതുവരെ ഒന്ന് ഊതിയിട്ട് എന്താണ് നിങ്ങൾ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഓക്കെ. ബ്ലോയിങ് എ പേപ്പർ അപ്പ്. എന്താണ് ബ്ലോയിങ് എ പേപ്പർ അപ്പ് എന്ന് പറഞ്ഞാൽ കടലാസ് ഊതി ഉയർത്താം. എങ്ങനെ ഊതി ഉയർത്തുക? Cut a piece of paper 20 cm long and 3 cm wide. Hold the paper piece close to your lower lip and blow air over it. What happens to the paper? എന്താണ്, 20 cm നീളവും 3 cm വീതിയുമുള്ള ഒരു പേപ്പർ കഷ്ണം മുറിച്ചെടുക്കുക. ഈ പേപ്പർ കഷ്ണം കീച്ചണ്ടോട് ചേർത്ത് പിടിച്ച് പേപ്പറിന്മേൽ ഊതി നോക്കുക. ഇവിടെ താഴെ ഇങ്ങനെ ചുണ്ടിൽ എന്താക്കുക, ചേർത്ത് പിടിച്ചിട്ട് പേപ്പറിന്മേൽ അങ്ങനെ ഊതുക. പേപ്പറിന് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് പേപ്പറിന് സംഭവിക്കുക? ബോൾ ഇൻ എ ഫണൽ. എന്താ നോക്കുന്നത്? ബോൾ ഇൻ എ ഫണൽ, ഫണലിലെ പന്ത്.
Arrange a plastic pipe and a funnel as shown in the figure and place a small plastic ball in the funnel. Can you push the ball out by blowing air through the plastic pipe? Invert the funnel while you keep blowing in air. Does the ball fall down? എന്താണ് ഈ ഒരു പ്ലാസ്റ്റിക് പൈപ്പ് ഫണൽ എന്നിവ ചിത്രത്തിലേതുപോലെ ക്രമീകരിക്കുക. ചിത്രത്തിൽ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ക്രമീകരിച്ച് വെക്കുക അല്ലെ, അതിന്റെ മേലെ ഈ ഫണൽ വെക്കുക. ഓക്കെ, എന്താ പ്ലാസ്റ്റിക് പൈപ്പിലൂടെ ഊതി ബോളിനെ പുറത്തേക്ക് തെറിപ്പിക്കാൻ പറ്റുമോ? ഊതിക്കൊണ്ട് തന്നെ ഫണൽ കമിഴ്ത്തി പിടിച്ച് പ്ലാസ്റ്റിക് ബോൾ താഴെ വീഴുന്നുണ്ട്. ഊതിയോണ്ട് എന്താക്കുക, ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ഇതുണ്ടല്ലോ ഫണല്, ഊതിക്കൊണ്ട് തന്നെ ഫണല് കമിഴ്ത്തി പിടിക്കുക. അപ്പൊ പ്ലാസ്റ്റിക് എന്താണ് ബോള് താഴെ വീഴുമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു പുട്ട് ഔട്ട് ദ ഫ്ലെയിം? ഇനി എന്താണ്, ജ്വാല അണയ്ക്കാമോന്നാ. ഈ ഫ്ലെയിം, തീ ഉണ്ടല്ലോ, തീ അണയ്ക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? Place a lighted candle on a table. Try to blow air onto the flame using a funnel. Does the flame extinguish? എന്താണ്, ടാബ്ലേറ്റ് ഒബ്സർവേഷൻ റിസൾട്ട് ഓഫ് ദീസ് എക്സ്പെരിമെന്റ്സ്. എന്താണ് ആദ്യം എന്താ പറഞ്ഞിരിക്കുക, മേശപ്പുറത്ത് നിങ്ങൾ എന്താക്കുക, ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. എന്നിട്ട് മെഴുകുതിരിന്റെ ആ തീ ഉണ്ടല്ലോ, ഒരു ഫണലെടുത്ത് ഫണൽ കൊണ്ട് ഊതി നോക്കൂ, ജ്വാല അണയുന്നുണ്ടോ. ഈ പ്രവർത്തനങ്ങളുടെ നിരീക്ഷണ ഫലം നിങ്ങൾ എന്താക്കുക, ടാബ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എക്സ്പെരിമെന്റ് ചെയ്ത് ഏതൊക്കെ പേപ്പർ ബോൾ ചെയ്തു അല്ലെ, ഫസ്റ്റത്തെ കടലാസ് പന്തിനോട് ചെയ്തില്ല, അതിന്റെ ഒബ്സർവേഷൻ റിസൾട്ട് എന്താണെന്നാണ് ഇത്, അതിന്റെ വിശദീകരണ എക്സ്പ്ലനേഷൻ അപ്പുറത്ത് എഴുതുക. പിന്നെ ബ്ലോയിങ് എ പേപ്പർ അപ്പ് അല്ലെ, കടലാസിനെ ഊതി ഉയർത്താന്നുള്ളത് അല്ലെ, ഒബ്സർവേഷൻ റിസൾട്ട് നിരീക്ഷണ ഫലം, പിന്നെ എക്സ്പ്ലനേഷൻ അപ്പുറത്ത് എഴുതുക. ഓക്കെ, പിന്നെ ബോൾ ഇൻ ദ ഫണൽ, എന്താണ് ഈ ഫണലിലെ പന്ത് അല്ലെ, അതെന്താക്കുക, അതിന്റെ ഒബ്സർവേഷൻ റിസൾട്ട് എക്സ്പ്ലനേഷൻ അവിടെ എഴുതുക. ഇനി ക്യാൻ എ കാൻഡിൽ ബി പുട്ട് ഔട്ട് ബൈ ബ്ലോയിങ് എയർ ത്രൂ എ ഫണൽ? എന്താണ്, ഫണൽ കൊണ്ട് ഊതി മെഴുകുതിരി അണയ്ക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒബ്സർവേഷൻ റിസൾട്ട് എന്താ തന്നിട്ടുണ്ട് അല്ലെ, ദ കാൻഡിൽ ഫ്ലെയിം ഈസ് നോട്ട് പുട്ട് ഔട്ട്. എന്താണ്, മെഴുകുതിരി ജ്വാല അണയുന്നില്ല അല്ലെ. ദ ഫ്ലെയിം കംസ് ക്ലോസ് ടു ദ ഫണൽ. എന്താണ്, ഈ ജ്വാല ഈ ഫണലിലേക്ക് അടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഊതുമ്പോ. പിന്നെ എക്സ്പ്ലനേഷൻ എന്താണ്, the flame moves closer because the pressure there reduces when air moves out fast. എന്താണ്, വായു ഈ എയർ ഉണ്ടല്ലോ വേഗത്തിൽ ചലിക്കുമ്പോൾ ഈ പ്രഷർ കുറയുന്നതിനാൽ ആ ഭാഗത്തേക്ക് ഈ ജ്വാല, ഈ തീ ഉണ്ടല്ലോ, ആ തീ ഇങ്ങോട്ട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബാക്കിയുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. ഡു യു ഫൈൻഡ് എനി പെക്യുലാരിറ്റി ഇൻ കോമൺ ഇൻ ഓൾ ദീസ് എക്സ്പെരിമെന്റ്? എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുവായി എന്തെങ്കിലും പ്രത്യേകത കാണാൻ കഴിയുമോ? എന്തെങ്കിലും പ്രത്യേകത കാണാൻ കഴിയുമോ നോക്കാം നമുക്ക്. ഉണ്ട് അല്ലെ, പ്രഷർ ഓഫ് എയർ റെഡ്യൂസസ് വെൻ ഇറ്റ് മൂവ്സ് ഫാസ്റ്റ്. ദിസ് പ്രിൻസിപ്പിൾസ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ എ സയന്റിസ്റ്റ് നെയിം ബെർണോളി. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇയാളാണ് ബെർണോളി. ഓക്കെ, എന്താണ്, ഈ എയർ വേഗത്തിൽ ചലിക്കുമ്പോൾ പ്രഷർ കുറയുന്നു അല്ലെ. ഒന്ന് ഊതി നോക്കിയാ, അപ്പൊ എന്താണ്, ഈ എയർ എന്താണ് വേഗത്തിൽ ചലിക്കുമ്പോൾ എന്താണ്, പ്രഷർ കുറയാണ് അല്ലെ. ഈ തത്വം വിശദീകരിച്ച് ബെർണോളി എഴുതിയ എന്ന ശാസ്ത്രജ്ഞനാണ് അല്ലെ ഈ തത്വം വിശദീകരിച്ചത്. അതായത് ഈ എയർ വേഗത്തിൽ ചലിക്കുമ്പോൾ എന്താ, പ്രഷർ കുറയുന്നു അല്ലെ. എയർ വേഗം ചലിക്കുമ്പോൾ, വായു വേഗത്തിൽ ചലിക്കുമ്പോൾ എന്താണ്, പ്രഷർ കുറയുന്നു, മർദ്ദം കുറയുന്നു അല്ലെ. ഈ തത്വം വിശദീകരിച്ചത് ആരാണ്, ബെർണോളി എന്ന ശാസ്ത്രജ്ഞനാണ് അല്ലെ. അതിനാൽ ഇതെന്താണ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കൂ, this principle is utilized in the take of aeroplanes and in aerodynamic structures of motor cars. എന്താണ്, ഈ വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക് ഘടന എന്നിവയൊക്കെ എന്താണ്, ഈ തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഏത് തത്വമാണ്, നമ്മള് ഈ വായു വേഗത്തിൽ, അതായത് എയർ വേഗത്തിൽ ചലിക്കുമ്പോൾ എന്താണ്, പ്രഷർ കുറയുന്നു അല്ലെ. അപ്പം എന്താണ്, ഈ തത്വമൊക്കെയാണ് എന്ത്, വിമാനം ഉയരുന്നത്, അതുപോലെ കാറിന്റെ എയറോഡൈനാമിക് ഘടന എന്നിവയിൽ ഈ ബെർണോളി പ്രിൻസിപ്പിൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ലിക്വിഡ് പ്രഷർ. എന്താണ് ലിക്വിഡ് പ്രഷർ? ദ്രാവക മർദ്ദം അല്ലെ. ദ്രാവക മർദ്ദം എന്താ നോക്കാം നമുക്ക്. ലിക്വിഡ് പ്രഷർ. ക്യാൻ ലിക്വിഡ്സ് ഓൾസോ എക്സേർട്ട് പ്രഷർ ആസ് എയർ ഡസ്? എന്താണ്, ഈ എയറിലെ പോലെ തന്നെ എന്താണ് ലിക്വിഡിലും നമുക്ക് പ്രഷർ പ്രയോഗിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഈ എയറിനെ പോലെ ലിക്വിഡിലും, വെള്ളം പോലുള്ളത് അല്ലെ, ലിക്വിഡിലും ഈ പ്രഷർ പ്രയോഗിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈ ദിസ് എക്സ്പെരിമെന്റ്. നിങ്ങൾ എന്താക്കുക, ഈ എക്സ്പെരിമെന്റ് ചെയ്യുക. എന്താണ് നോക്കാം നമുക്ക്. Tie a polythene bag firmly on your hand and immerse it in a bucket of water as shown in the figure. Explain the result of observation. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ
ഈ കയ്യിൽ എന്താക്കുക, ഒരു പോളിത്തീൻ സഞ്ചി മുറുക്കി കെട്ടുക. അതിന് ശേഷം എന്താ, ബക്കറ്റിലെ വെള്ളത്തിൽ നിന്ന് കൈ താഴ്ത്തി നോക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾ എന്താണ് നിരീക്ഷണ ഫലം, ഒബ്സർവേഷൻ റിസൾട്ട് എന്താക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഡോണ്ട് യു ഫീൽ ദ പോളിത്തീൻ ബാഗ് സ്റ്റിക്കിംഗ് ടു ദ ഹാൻഡ്? എന്താണ്, പോളിത്തീൻ സഞ്ചി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായി കാണുന്നില്ലേ? വാട്ട് ഫോഴ്സ് presses the bag to your hand? അപ്പൊ സഞ്ചിയെ അമർത്തുന്നത് ഏത് ബലമാണ്? The filling balloon. നോക്കാം അടുത്തത്, നിറയുന്ന ബലൂൺ. The materials required: 3 pieces of 1 inch PVC pipe in the length of 50 cm, 5 cm and 5 cm, 2 elbows and a reducer. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഫില്ലിംഗ് ബലൂൺ ഉണ്ടാക്കുകയാണ് അല്ലെ. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? 1 ഇഞ്ച് PVC പൈപ്പിൽ നിന്ന് 50 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്നീ അളവുകളിൽ 3 കഷ്ണങ്ങൾ ആദ്യം മുറിച്ചെടുക്കുക. പിന്നെ ഒരു എൽബോ 2 എണ്ണം വേണം, പിന്നെ റെഡ്യൂസറും വേണം. അറേഞ്ച് ദീസ് മെറ്റീരിയൽസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിൽ ദ സ്മോളർ പൈപ്പ് വിത്ത് വാട്ടർ ആൻഡ് ഫിക്സ് എ ബലൂൺ ദർ. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ സാമഗ്രികൾ ചിത്രത്തിലെ പോലെ നിങ്ങൾ ഘടിപ്പിക്കാൻ. കണ്ടോ, ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയായിരുന്നു? ആദ്യം PVC പൈപ്പ് അല്ലെ, 50 സെന്റിമീറ്റർ ഉള്ളത് ഇവിടെ, 5 സെന്റിമീറ്റർ അവിടെ, പിന്നെ എന്താണ് 5 സെന്റിമീറ്റർ ഉള്ളത് അല്ലെ, പിന്നെ എൽബോ ആണ് അല്ലെ, 2 എൽബോ അവിടെ അല്ലെ, പിന്നെ ഒരു റെഡ്യൂസർ ആണ് വേണ്ടത് അല്ലെ. ഇന്ന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചിത്രത്തിലെ പോലെ എന്താണ് ഘടിപ്പിക്കാനാണ് പറഞ്ഞത് അല്ലെ. ചെറിയ പൈപ്പിൽ നിറയെ വെള്ളം ഒഴിച്ച ശേഷം ആ ഭാഗത്ത് ബലൂൺ ഘടിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ചെറിയ, അതായത് എന്താണ്, now pour water through the free end and observe the change. Arrange these materials as shown in the figure. Fill the smaller pipe with water and fix a balloon there അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ചിത്രത്തിലെ പോലെ നിങ്ങൾ എന്താണ് ഘടിപ്പിക്കുക. അതിനുശേഷം ചെറിയ പൈപ്പിൽ നിറയെ വെള്ളം ഒഴിക്കുക. ചെറിയ പൈപ്പിൽ നിറയെ വെള്ളം ഒഴിച്ച ശേഷം ആ ഭാഗത്ത് എന്താക്കുക, ബലൂണ് ഫിറ്റ് ചെയ്യുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, the pressure exerted by a liquid is called a liquid pressure. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ സ്വതന്ത്രമായ അഗ്രത്തിലൂടെ വെള്ളം ഒഴിച്ച് ബലൂൺ ഉണ്ടാവുന്ന മാറ്റം നിരീക്ഷിക്കാൻ പറഞ്ഞില്ലേ. ഇനി ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന ഈ ലിക്വിഡ് പ്രയോഗിക്കുന്ന പ്രഷറിനെയാണ് എന്ത്, ഈ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 50 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ഉള്ള പൈപ്പ് കഷ്ണവും 2 എൽബോ റെഡ്യൂസർ എടുക്കുക. എന്നിട്ട് ചിത്രത്തിലേക്ക് കാണുന്ന പോലെ നിങ്ങൾ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അതിന്റെ അറ്റത്ത്, ചെറിയ പൈപ്പിന്റെ അറ്റത്ത് എന്താ, ഒരു ബലൂണും ഫിറ്റ് ചെയ്യുക അല്ലെ. എന്നിട്ട് എന്താക്കുക, ചെറിയ ചെറിയ പൈപ്പ് ഭാഗത്ത് ബലൂൺ നിർമ്മിക്കുക അല്ലെ. ഇനി സ്വതന്ത്രമായ അഗ്രത്തിലൂടെ വെള്ളം ഒഴിച്ച് ബലൂൺ ഉണ്ടാവുന്ന മാറ്റം നിരീക്ഷിക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന, അതായത് ഒരു ലിക്വിഡ് പ്രയോഗിക്കുന്ന പ്രഷറിനെയാണ് എന്ത്, ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. The polythene bag stick to the hand because water exerts pressure on all sides of the polythene bag അല്ലെ. എന്താണ്, ഈ പോളിത്തീൻ സഞ്ചി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് എന്താണ്, ഈ വെള്ളം എന്താ പോളിത്തീൻ സഞ്ചിയുടെ എല്ലാ ഭാഗത്തും പ്രഷർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അല്ലെ. The reason for the inflation of the balloon fixed to the PVC pipe is also due to the pressure exerted by water. എന്താണ്, PVC പൈപ്പിൽ ഘടിപ്പിച്ച ബലൂൺ വീർക്കുന്നതിന് കാരണവും എന്താണ്, വെള്ളം പ്രയോഗിക്കുന്ന പ്രഷർ തന്നെയാണ്. മനസ്സിലായല്ലോ. PVC പൈപ്പിൽ ഘടിപ്പിച്ച ബലൂണ് വീർക്കുന്നതിന് കാരണം എന്താണ്, ഈ വെള്ളം പ്രയോഗിക്കുന്ന ഈ പ്രഷർ തന്നെയാണ് ഈ ബലൂണും വീർക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി പ്രഷർ എവ്രിവെയർ, എന്താണ്, ഈ പ്രഷർ എല്ലായിടത്തും കേട്ടോ. Do liquids exert pressure in all directions? എന്താണ്, ഈ ലിക്വിഡ്സ് എല്ലാ ഭാഗത്തേക്കും ഈ പ്രഷർ പ്രയോഗിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ടിവിറ്റി 1 നമുക്ക് ചെയ്തു നോക്കാം. Fill air in a balloon and fix pieces of cellotape at different parts of the balloon. എന്താ പറയുന്നത് എന്താ വെച്ചാല്, നിങ്ങൾ ബലൂൺ വീർപ്പിച്ചതിന് ശേഷം പല ഭാഗങ്ങളിലായി സെല്ലോടേപ്പ് ഉണ്ടല്ലോ, ആ കഷ്ണങ്ങൾ ഒട്ടിക്കുക. Make a small holes using a needle on the balloon at the portion where the pieces of cellotape are fixed. Repeat this experiment done earlier using this balloon. എന്താണ്, ബലൂൺ വീർപ്പിച്ചതിന് ശേഷം പല ഭാഗങ്ങളായി നിങ്ങൾ സെല്ലോടേപ്പ് കഷ്ണങ്ങൾ എന്താ ഒട്ടിക്കുക. ഈ സെല്ലോടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് ബലൂണിൽ സൂചി പ്രയോഗിച്ച് ചെറിയ ദ്വാരങ്ങൾ ഇടുക. ചെറിയൊരു ടോട്ടാക്കിയാൽ മതി അല്ലെ. ചെറിയ ദ്വാരം ഇടുക, ഒരു കുത്തിയാൽ മതി. ഓരോ നമ്മൾ സെല്ലോടേപ്പ് ഒട്ടിച്ച അതിന്റെ മുകളിലാണ് കേട്ടോ. അപ്പം ബലൂണിനും അത് ഓട്ട വരണം. ഈ ബലൂൺ പ്രയോഗിച്ച് നേരത്തെ ചെയ്ത പരീക്ഷണം നിങ്ങൾ ആവർത്തിക്കുക. നമ്മൾ മുകളിൽ ചെയ്ത ഈ പരീക്ഷണം ഉണ്ടല്ലോ,
ഈ പരീക്ഷണം, വെള്ളം ഒഴിക്കുന്ന ഈ പരീക്ഷണം നിങ്ങൾ എന്താക്കുക, ഇതിലേക്കും പ്രയോഗിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? Does water gush out in all direction? വെള്ളം എല്ലാ വശത്തേക്കും ചീറ്റുന്നുണ്ടോ? What inference do you arrive at from this? ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ഇൻഫറൻസിലാണ്, എന്ത് നിഗമനത്തിലാണ് നിങ്ങൾ എത്തുക? ഇതിൽ നിന്ന് എന്ത് നിഗമനത്തിലെത്താം? ഇനി അടുത്ത ആക്ടിവിറ്റി 2 ഒന്ന് ചെയ്ത് നോക്കിയേ. Make a few small holes of the same size around a plastic bottle 3 cm from the bottom. Pour water into the bottle. Observe water flowing out through the holes. What are the peculiarities of the water flowing out? എന്താണ്? ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിവശത്ത് നിന്ന് 3 സെന്റിമീറ്റർ ഉയരത്തിൽ ചുറ്റുമായി ഒരേ വലുപ്പത്തിലുള്ള 4-5 ചെറിയ ഈ ഹോൾസ് ഇടുക. കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുക. കണ്ടോ? അതേമാതിരി ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഈ ഹോൾസ് ഇടുക. ഞാൻ 3 സെന്റിമീറ്റർ ഉയരത്തിലാണ്. ഇവിടുന്ന് താഴേന്ന് ഇവിടുന്ന് 3 സെന്റിമീറ്റർ ഉയരത്തിൽ എന്താക്കുക, ചുറ്റുമായി ഒരേ വലുപ്പത്തിലുള്ള 4-5 ചെറിയ ദ്വാരങ്ങൾ ഇടുക, ചെറിയ ഹോൾസ് ഇടുക. ഓക്കെ. ഇനി എന്താണ്? ഈ ദ്വാരങ്ങളിലൂടെ, ഈ ഹോൾസിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നത് നിരീക്ഷിക്കുക. പുറത്തേക്ക് ഈ വെള്ളത്തിന്റെ പ്രവാഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട്? വെള്ളം ഒഴുകുന്നതിന്റെ ആ പ്രത്യേകത എന്തൊക്കെയാണ്? ഫ്രം ദീസ് എക്സ്പെരിമെന്റ്സ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ലിക്വിഡ് എക്സേർട്ട് പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പൊ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ലിക്വിഡ്സ് എല്ലാ ദിശകളിലേക്കും എന്താണ് പ്രഷർ പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ? നമ്മുടെ മോളുടെ ചെയ്ത ഈ എക്സ്പെരിമെന്റിലാണെങ്കിലും ഈ ചെയ്ത ഈ എക്സ്പെരിമെന്റിലാണ് എന്താണ് വെള്ളത്തിന് എല്ലാ ഭാഗത്തേക്കും അല്ലെ, ഈ പ്രവർത്തനത്തിൽ നിന്ന് ഈ ലിക്വിഡ്സ് എല്ലാ ഭാഗത്തേക്കും എന്താണ് പ്രഷർ പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലായി അല്ലെ? ഇനി ഡെപ്ത് ആൻഡ് പ്രഷർ എന്താണ്? ആഴവും മർദ്ദവും അല്ലെ? ഡെപ്ത് ആൻഡ് പ്രഷർ. Haven't you learned that liquids exert pressure in all directions? Is the pressure same at all parts of the liquid? Let us do an experiment to find this. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ലിക്വിഡ്സ് എല്ലാ ഭാഗത്തും പ്രഷർ പ്രയോഗിക്കുന്നു എന്ന് കണ്ടല്ലോ അല്ലെ? അതുപോലെ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും, അതായത് ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തും പ്രഷർ ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത്. ഇത് കണ്ടെത്താനായി ഒരു പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. Make 3 holes in equal distance from each other upwards from the bottom of a long plastic bottle. Fill the bottle with water, keeping the holes closed. Observe the flow of water coming out. എന്താ പറഞ്ഞിരിക്കുന്നത്? നീളമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ അടിവശത്ത് നിന്ന് മുകളിലേക്കായി തുല്യ അകലത്തിൽ 3 സുഷിരങ്ങൾ ഉണ്ടാക്കുക. അതാ കണ്ട ചിത്രത്തിലെ പോലെ. ഇവിടെ നമ്മൾ ചുറ്റിലുണ്ടാക്കാനാ പറഞ്ഞല്ലേ? ഇതങ്ങനെയല്ല. ഇതെന്താക്കാണ്? തുല്യ അകലത്തിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മുകളിലേക്ക് ഹോൾസ് ഉണ്ടാക്കുക. 3 ഹോൾസ് ഉണ്ടാക്കുക. ഈ ഹോൾസ് അടച്ചു പിടിച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഇനി എന്താക്കുക? ഈ ഹോൾസ് അടച്ചു പിടിച്ചിട്ട് എന്താക്കുക? നിങ്ങൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് എന്താക്കുക? അടച്ചു പിടിച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. പുറത്തേക്ക് ചീറ്റുന്ന വെള്ളത്തിന്റെ പ്രവാഹം പിന്നെ നിരീക്ഷിക്കുക. അടച്ചു പിടിച്ച ശേഷം വെള്ളം നിറച്ച ശേഷം ഇതാക്കുക. എന്നിട്ട് എന്താക്കുക? കുപ്പി അടവെക്കുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് ചീറ്റുകയാണ് അല്ലെ? അപ്പൊ പുറത്തേക്ക് ചീറ്റുമ്പോൾ എന്താണ് ഈ വെള്ളത്തിന്റെ പ്രവാഹം എന്താക്കുക? പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ ആ ഫ്ലോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. Does the water coming out through all the holes fall at the same distance? എന്താണ്? എല്ലാ ഹോൾസിലൂടെയും ഒരേ അകലത്തിലേക്കാണോ വെള്ളം പുറത്തേക്ക് വീഴുന്നത്? എല്ലാ ഹോളിലൂടെയും ഒരേ അകലത്തിലേക്കാണോ വെള്ളം പുറത്തേക്ക് വീഴുന്നത്? അതാണ് ചോദിച്ചിരുന്നത് അല്ലെ? പിന്നെന്താണ്? What is the change in liquid pressure towards the bottom? അടിവശത്തേക്ക് വരുന്തോറും ഈ ലിക്വിഡ് പ്രഷറിൽ വരുന്ന വ്യത്യാസം എന്താണ്? Is there any change in the flow of water when its level in the bottle falls? കുപ്പിയിലെ ജലനിരപ്പ് താഴുമ്പോൾ ജലത്തിന്റെ പ്രവാഹത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ? അതായത് കുപ്പിയിലെ ജലനിരപ്പ് താഴുമ്പോൾ, വെള്ളം തീരുമ്പോൾ എന്താണ് ഈ ജലത്തിന്റെ ഈ ഒഴുക്കില് വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ? Didn't you understand that liquid pressure increases with the increase in depth? അപ്പൊ ഈ ലിക്വിഡ് ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും എന്താണ് ലിക്വിഡ് പ്രഷർ കൂടുന്നു എന്ന് മനസ്സിലായില്ലേ? എന്താണ് ഈ ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത് അല്ലെ? എന്താണ്? ലിക്വിഡ് ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും എന്താണ് ഈ ലിക്വിഡ് പ്രഷർ കൂടുന്നു എന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇനി നോക്കാം. റൈസിംഗ് എയർ ബബിൾ. എന്താണ് റൈസിംഗ് എയർ ബബിൾ? ഉയരുന്ന വായുകുമിൾ. അതൊക്കെ നമ്മൾ കളിക്കുന്നതാണ് അല്ലെ? Now do this experiment. Here observation and inference may be included in the science diary. എന്താണ് ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. നിരീക്ഷണ ഫലവും നിഗമനവും നിങ്ങൾ എന്താക്കുക? നിങ്ങളെ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Take a vessel
full of water. Keep one end of a thin plastic tube at the bottom of the vessel. Blow air gently through the other end. Is there any change in the size of the bubbles rising from the bottom to the top? What might be the reason? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക. ഈ വണ്ണം കുറഞ്ഞ പ്ലാസ്റ്റിക് ട്യൂബിന്റെ ഒരറ്റം പാത്രത്തിന്റെ അടിവശത്ത് വെക്കുക. എന്താണ്? ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക, വണ്ണം കുറഞ്ഞ പ്ലാസ്റ്റിക് ട്യൂബിന്റെ എടുക്കുക, പിന്നെന്താണ് ആ ട്യൂബിന്റെ അറ്റം എന്താക്കുക? പാത്രത്തിന്റെ അടിവശത്ത് വെക്കുക. പിന്നെന്താ മറുവശത്ത് കൂടി എന്താക്കുക? സാവധാനം ഊതുക. എന്താ സംഭവിക്കുക? ബ്ലോ എയർ ജെന്റ്ലി ത്രൂ അതർ എൻഡ്. Is there any change in the size of the bubbles rising from the top bottom to the top? What might be the reason? അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ എന്താണ് ഒരു വെസൽ എടുത്തു, പിന്നെ ഒരു ചെറിയ പൈപ്പ് എടുത്തു അല്ലെ. എന്നിട്ട് എന്താക്കുക? പാത്രത്തിൽ വെള്ളം നിറയെ എടുത്തതിന് ശേഷം എന്താണ്? കീപ് വൺ എൻഡ് ഓഫ് എ തിൻ പ്ലാസ്റ്റിക് ട്യൂബ് അറ്റ് ദ ബോട്ടം ഓഫ് ദ വെസൽ. വെസലിന്റെ അടിയിലേക്ക് ആ തിൻ പ്ലാസ്റ്റിക് ട്യൂബ് വെച്ചിട്ട് എന്താക്കുക? ഈ നമ്മളെ വായിൽ വെച്ചിട്ട് സാവധാനം ഇങ്ങനെ ഊതി വെക്കുക, ചിത്രത്തിലേക്ക് കാണുന്ന പോലെ അല്ലെ. അപ്പൊ പാത്രത്തിന്റെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വായു കുമിളകൾക്ക് വലുപ്പ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ? കാരണം എന്തായിരിക്കും? Can you explain the reason for providing wider basements while constructing dams? അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നതിന്റെ കാരണം വിശദീകരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ? പ്രഷർ ഗ്യാങ്. എന്താണ് ഇനി പ്രഷർ ഗ്യാങ്? മർദ്ദമാപിനി അല്ലെ. എന്താണ് പ്രഷർ ഗ്യാങ്? Pressure gang is a device used to measure liquid pressure. Let us try to make a pressure gang. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രഷർ ഗ്യാങ് ഈസ് എ ഡിവൈസ് ആണ് അല്ലെ. അത് യൂസ് ചെയ്യുന്നത് മെഷർ ലിക്വിഡ് പ്രഷർ അല്ലെ. ഈ ലിക്വിഡ് പ്രഷറിന്റെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? പ്രഷർ ഗ്യാങ് എന്ന് പറയുന്നത്. എന്താണ്? ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി, അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? പ്രഷർ ഗ്യാങ്, മർദ്ദമാപിനി എന്ന് പറയും അല്ലെ. ലെറ്റ് us try to make a pressure gang. നമുക്ക് എന്താക്കുക? ഒരു എന്താണ് ഈ പ്രഷർ ഗ്യാങ് നിർമ്മിക്കുക. എന്തൊക്കെയാ അതിന് വേണ്ട മെറ്റീരിയൽസ്? ആവശ്യമായ ആ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക് ട്യൂബ് about 1.5 meter long, funnel, balloon, wooden board, clamp, ruler അല്ലെ. ഇതൊക്കെയാണ് വേണ്ടത്. എന്താണ്? ഒരു സുതാര്യമായ പ്ലാസ്റ്റിക് ട്യൂബ്, ഏകദേശം 1.5 മീറ്റർ നീളമുള്ളത് അല്ലെ. പിന്നെന്താണ്? ഒരു ഫണല്, പിന്നെ ബലൂണ്, പലക, ക്ലാമ്പ്, പിന്നെ സ്കെയിൽ. ഇതൊക്കെയാണ് വേണ്ടത്. ഇനി മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫിക്സ് എ പ്ലാസ്റ്റിക് ട്യൂബ് ഇൻ യു ഷേപ്പ്. ചിത്രത്തിലേക്ക് കാണുന്ന പോലെ അല്ലെ. ഫിക്സ് എ പ്ലാസ്റ്റിക് ട്യൂബ് ഇൻ യു ഷേപ്പ് on a wooden board using clamps. Fill water in the U portion. Make a diaphragm using balloon on the wider portion of a funnel. Fix the funnel at the free end of the tube as shown in the figure. Fix the ruler on the board. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്ലാസ്റ്റിക് ട്യൂബ് പലകയിൽ ക്ലാമ്പ് ഉപയോഗിച്ച് യു ആകൃതിയിൽ ഘടിപ്പിക്കുക അല്ലെ. പ്ലാസ്റ്റിക് ട്യൂബ് എന്താക്കുക? യു ആകൃതിയിൽ ക്ലാമ്പ് ഉപയോഗിച്ച് എന്താക്കുക? ഈ പലകയില് ഘടിപ്പിക്കുക യു ആകൃതിയിൽ. യു ഭാഗത്ത് വെള്ളം നിറയ്ക്കണം. ഈ യു ഭാഗത്ത് എന്താക്കുക? വെള്ളം നിറയ്ക്കുക. ചിത്രത്തിൽ കണ്ടില്ലേ? ഫണലിന്റെ വിസ്തൃതമായ ഭാഗത്ത് എന്താക്കുക? ഒരു ബലൂൺ കൊണ്ട് ഡയഫ്രം ഉണ്ടാക്കുക. ഒരു ബലൂൺ കൊണ്ടിട്ട് ഒരു ഡയഫ്രം ഉണ്ടാക്കുക. പിന്നെന്താണ്? ട്യൂബിന്റെ സ്വതന്ത്ര അഗ്രത്തിൽ ഫണൽ ഘടിപ്പിക്കുക. എന്നിട്ട് എന്താക്കുക? ഈ ട്യൂബിന്റെ അറ്റത്ത് ഈ ഫണൽ എന്താക്കുക? ചിത്രത്തിലേക്ക് കാണുന്ന പോലെ ഉറപ്പിക്കുക, ഫിക്സ് ചെയ്യുക. പലകയിൽ സ്കെയിൽ ഉറപ്പിക്കുക. എന്നിട്ട് എന്താക്കുക? പലകയിൽ എന്താക്കുക? സ്കെയിലും ഉറപ്പിക്കുക. മെത്തേഡ് ഓഫ് വർക്കിംഗ്. എങ്ങനെ പ്രവർത്തന രീതി നോക്കുക. ടേക്ക് എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ഹോൾഡ് ദ ഫണൽ ഇൻ ദ വാട്ടർ അറ്റ് ഡിഫറെന്റ് ഡെപ്ത്സ്. ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ട്യൂബ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ ടേബിൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുക്കുക. ഈ ഫണൽ ജലത്തിൽ എന്താണ്? വ്യത്യസ്ത താഴ്ചകളിൽ വെച്ച് നോക്കുക. ഈ ഫണല് എന്താക്കുക? വ്യത്യസ്ത താഴ്ചയിൽ എന്താക്കുക? വെച്ച് നോക്കുക. ട്യൂബിലെ ഈ ജലനിരപ്പിനുണ്ടാവുന്ന മാറ്റം നിരീക്ഷിച്ച് എന്താക്കുക? നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ ഓഫ് ഫണൽ, ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ട്യൂബ് ഇൻ സെന്റിമീറ്ററിൽ അല്ലെ. എന്താണ്? ഫണലിന്റെ സ്ഥാനമാണ് ആദ്യം പറയുന്നത്. ദ സർഫേസ് ഓഫ് വാട്ടർ ആദ്യം എന്താണ്? ഇതിന്റെ വെള്ളത്തിന്റെ മുകളിൽ വെക്കുക. അപ്പൊ ഈ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ട്യൂബ് സെന്റിമീറ്റർ, എന്താ? ട്യൂബിലെ ജലനിരപ്പ് സ്കെയിൽ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ? ആ സ്കെയിലിൽ നോക്കിയിട്ട് നമ്മൾ എന്താക്കുക? ആ
ഇത് അടയാളപ്പെടുത്തുക. at the middle of water in the bucket. പിന്നെ എന്താക്കുക, ഈ ഫണൽ വെക്കേണ്ടത് എവിടെയാണ്? ബക്കറ്റിന്റെ പകുതി ഭാഗത്ത്, മിഡിൽ നടുഭാഗത്ത് വെക്കുക അല്ലെ. അപ്പൊ ആ ലെവൽ ഓഫ് സെന്റിമീറ്റർ എത്രയെന്ന് എഴുതുക. പിന്നെ at the bottom of water in the bucket, എന്താണ്, ഇനി ബക്കറ്റിലെ വെള്ളത്തിന് അടിത്തട്ട് കൊണ്ടുവെക്കുക ആ ഫണല് അല്ലെ. അപ്പൊ അതിന്റെ സെന്റിമീറ്റർ എത്രയാണെന്ന് ഇവിടെ കാണിക്കുക. അപ്പൊ നിങ്ങൾ എഴുതുക. ഓക്കെ, അനലൈസ് ദ ടേബിൾ. വാട്ട് ആർ ദ ഇൻഫറൻസ് യു ക്യാൻ അറൈവ് അറ്റ്. എന്താണ് ഇത്? ഈ ടേബിൾ നിങ്ങൾ വിശകലനം ചെയ്യുക. എന്തെല്ലാം നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ നമുക്ക്? Take the same quantity of different liquids and compare the pressure exerted by them. Can the pressure exerted by gases be measured using this device? Try the experiment using an inflated balloon instead of a funnel. എന്താണ്, ഈ വ്യത്യസ്ത ദ്രാവകങ്ങളിൽ ഈ വ്യത്യസ്ത ലിക്വിഡുകളിൽ ഒരേ അളവിലെടുത്ത് അവ പ്രയോഗിക്കുന്ന പ്രഷർ താരതമ്യം ചെയ്യാം. വ്യത്യസ്ത ദ്രാവകങ്ങൾ ഒരേ അളവിലെടുത്തിട്ട്, വ്യത്യസ്തമായുള്ള ലിക്വിഡ്സ് അല്ലെ എടുത്ത് ഒരേ അളവിൽ എടുത്തിട്ട് അവ പ്രയോഗിക്കുന്ന പ്രഷർ എന്താക്കുക, നിങ്ങൾ കമ്പയർ ചെയ്യുക. ഈ ഉപകരണം കൊണ്ട് ഈ ഗ്യാസസ്, അതായത് ഈ ഉപകരണം കൊണ്ട് ഈ വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ കഴിയുമോ? ഫണലിന്റെ സ്ഥാനത്ത് വീർപ്പിച്ച ബലൂൺ ഘടിപ്പിച്ചു നോക്കുക അല്ലെ. ഈ ഉപകരണം കൊണ്ട് നമുക്ക് എന്താക്കുക, ഈ വാതകങ്ങളുടെ pressure exerted by gases. Try this experiment using inflated balloon instead of a funnel. അല്ലെ, എന്താണ്, ഈ വാതകങ്ങളുടെ പ്രഷർ മർദ്ദം അളക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഫണലിന്റെ സ്ഥാനത്ത് വീർപ്പിച്ച ഒരു ബലൂൺ ഘടിപ്പിച്ച് നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താക്കുക, ഈ ചാപ്റ്റർ നന്നായി വായിക്കുക കേട്ടോ. ഈ എക്സ്പെരിമെന്റ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കുക, നമുക്ക് ഒന്നും കൂടി നമ്മുടെ മൈൻഡിൽ നന്നായിട്ട് കയറും. അപ്പൊ ഈ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചറോടെ ക്ലാസ് നിർത്തുകയാണ്. അപ്പം നിങ്ങൾ എന്താക്കുക, ഈ ചാപ്റ്റർ അവസാനിച്ച് നന്നായി ചാപ്റ്റർ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്ത ചാപ്റ്റർ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് നോക്കണം, നമുക്ക് ഇതെന്താണ് സിഗ്നിഫിക്കന്റ് ലേണിംഗ് ഔട്ട്കംസ് എന്താണ് പറയുന്നത് എന്നുള്ളത്. എന്താണ്, എക്സ്പ്ലെയിൻ കൺസെപ്റ്റ് സച്ച് ആസ് ഗ്യാസസ് പ്രഷർ, ലിക്വിഡ് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് ഈ ഗ്യാസസ് പ്രഷറും ലിക്വിഡ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ലേ? അതാണ് ചോദിക്കുന്നത്. അനലൈസ് ദ വർക്കിംഗ് ഓഫ് ഡിവൈസസ് വിച്ച് യൂട്ടിലൈസ് പ്രഷർ. എന്താണ് ഈ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനം വിശകലനം ചെയ്യാൻ കഴിയുന്നു. മർദ്ദം അതെ പ്രഷർ അല്ലെ, പ്രഷർ പ്രയോജനങ്ങളുടെ ഉപകരണങ്ങളുടെ പ്രവർത്തനം ഡിവൈസസ് ഒക്കെ അല്ലെ, അതിന്റെയൊക്കെ പ്രവർത്തനം വിശകലനം ചെയ്യാൻ കഴിയുന്നു അല്ലെ. പിന്നെ അനലൈസ് ദ വർക്കിംഗ് ഓഫ് ഡിവൈസസ് വിച്ച് യൂട്ടിലൈസ് പ്രഷർ. പിന്നെ പ്ലാൻ എക്സ്പെരിമെന്റ്സ് related to pressure and carry them out with a precision and accuracy. അല്ലെ, മർദ്ദവുമായി പ്രഷറുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്ത് സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്, കൺസ്ട്രക്ട് ആൻഡ് യൂസ് ഡിവൈസ് റിലേറ്റഡ് ടു പ്രഷർ. എന്താണ്, ഇവിടെ മർദ്ദവുമായി ബന്ധപ്പെട്ട ഉപകരണം നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അല്ലെ. അവിടെ ഡിവൈസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ അറിയുന്നില്ലേ, നമ്മളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. Recognize situation in which gas pressure, liquid pressure and atmospheric pressure are used in daily life. അല്ലെ, എന്താണ് ഈ ഗ്യാസ് പ്രഷറും ലിക്വിഡ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഒക്കെ എന്താണ് നമ്മളെ ഡെയിലി ലൈഫിൽ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ തിരിച്ചറിയാനും കഴിയുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചറുടെ ക്ലാസ് നിർത്തുക കേട്ടോ. ഓക്കെ, താങ്ക് യു.